മറ്റൊരു സിനിമ കൂടി, ബംഗാൾ ഫയൽസ്. അതെ, നമ്മുടെ വിവേക് അഗ്നിഹോത്രിയുടെ ട്രിലോജി, അതിലെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അതെ മറ്റേ ടഷ്കൻ ഫയൽസും കാശ്മീർ ഫയൽസും. അപ്പോൾ ഈ കേരള ഫയൽസ് ഇതിനകത്ത് വരുന്നതാണോ? അല്ല, ആ ഫയൽ വേറെ ആരോ ഉണ്ടാക്കിയ ഫയലാണ്. സോ എല്ലാ ഫയലും വിവാദമാണ്. അതെ അതെ, അതായത് പുള്ളി മറ്റേ കുറച്ച് റൈറ്റ് വിങ് ഐഡിയോളജിക്കലി പുഷ് ചെയ്യുന്ന ആളാണ്. സിനിമയും ഭയങ്കര ശക്തിയാണ്, പുള്ളിയുടെ ശക്തമായ. മറ്റേ കാശ്മീരി ഫയലിനെ പറ്റി ആൾക്കാർ കണ്ടില്ല. ഞാൻ കണ്ടില്ല പടം. കേരളത്തിലും നിങ്ങൾ കണ്ടില്ല? ഒരുപാട് പടങ്ങളുണ്ടല്ലോ കാണാൻ. പക്ഷേ അത് ആക്ച്വലി ഒരു ഫിലിമിനപ്പുറത്തേക്ക് ഡോക്യുമെന്റേഷൻ മോഡാണ്. അതെ, ഇതിന്റെ ഉദ്ദേശം, അതിന്റെ ഒരു പർപ്പസോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. അല്ല, ഇത് അതാണ് അവരുടെ. അതായത് ഇതൊക്കെ ആക്ച്വലി ഇങ്ങനൊരു ഇഷ്യൂ നമ്മുടെ രാജ്യത്തുണ്ടായി, അതിനെക്കുറിച്ച് വേറെ ആരും സിനിമ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യും, കാരണം എൻ്റെ ഐഡിയക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സിനിമയാണ് എന്ന ലൈനിലാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. സോ ബംഗാൾ ഫയൽസിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ടീസർ കണ്ടു നോക്കാം എന്താ പരിപാടി എന്നൊരു പിടുത്തമില്ല എനിക്ക്. मैं एक कश्मीरी पंडित हूँ, इसीलिए यकीन के साथ कह सकता हूँ बंगाल दूसरा कश्मीर बनता जा रहा है। क्यों आजादी के 80 साल बाद भी हम उसी कम्युनल पॉलिटिक्स से लड़ रहे हैं? क्या हम आजाद हैं? और अगर आजाद है तो इतने बेबस क्यों हैं? പുള്ളിയാണ് എല്ലാത്തിലും. ബംഗാളി നടനല്ലേ? ഏജ് ആക്കിയേക്കാണോ? അതെ മഹാഭാരത. ടീസർ അല്ലേ പടമൊക്കെ? ട്രെയിലർ പരിപാടി. പുള്ളിയുടെ ലൈൻ ഓഫ് പുള്ളിയുടെ പടങ്ങൾ എപ്പോഴും മറ്റേ ടീസർ ട്രെയിലർ വൈസ് കാണാനും മറ്റേ കുറച്ച് ബഡ്ജറ്റൊക്കെ വരുന്നുണ്ടേ, ഫിലിം മേക്കിംഗ് വൈസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ റൈറ്റിങ്ങും എൻ്റെ മേക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചില സാധനങ്ങൾ കുറച്ചധികം പുഷ്ഡ് അല്ലേ എന്ന് തോന്നും. അല്ല, എനിക്കറിയത്തില്ല, ഞാൻ കാണാത്തതുകൊണ്ട്. അല്ല, അങ്ങനത്തെ ഇതുണ്ട്. അതായത് പണ്ട് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായി എന്നുണ്ട്, ഇപ്പോഴും അത് ഉണ്ടാക്കാനുള്ള ലൈൻ ഓഫ് റൈറ്റിംഗ് ഒക്കെ ആയിരിക്കും പലപ്പോഴും കുറച്ച് അറിയില്ല. ടീസർ ട്രെയിലർ ശനി മെയിൻ സെപ്റ്റംബർ ആയതുകൊണ്ട് സമയമുണ്ടല്ലോ. ഇത് മറ്റേ വിഭജന സമയത്ത് നടന്നൊരു 46 അല്ലേ? 46 ബംഗാൾ റയറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ എന്നിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പം വർക്കാവുമായിരിക്കും. അപ്പോൾ ബംഗാൾ ഫയൽസിൻ്റെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും വരട്ടെ.